ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെയും നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടുന്നത്, അതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ പിന്നെയും ആകർഷിക്കപ്പെടുന്നത്? നിങ്ങൾ ലൈഫിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയത്ത്, അതായത് ഇനി ഒരു പ്രതീക്ഷയും നിങ്ങളുടെ ജീവിതത്തിനില്ല എന്ന് വിധി എഴുതിയ ഒരു സമയത്ത് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു എനർജി നിങ്ങൾക്ക് തന്നത്. അതായത് ലൈഫിൽ എന്തും വന്നോട്ടെ, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു മോട്ടിവേഷൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് തന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ പിന്നെയും ആകർഷിക്കപ്പെടുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ ഒരു സിറ്റുവേഷൻസ് കാണുന്നു. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി പോയ ജീവിതത്തിലായിരിക്കാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരിക്കാം ആ ഒരു ജീവിതത്തിലേക്ക് പോയത്. പക്ഷേ അത് തകർന്നടിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനോ ഒന്നും സാധിക്കാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ കറക്റ്റായിട്ട് നിങ്ങളെ അഡ്വൈസ്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു അഡ്വൈസ് തന്ന് നിങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ലൈഫിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നിങ്ങളെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത്, എൻ്റെ ജീവിതം നഷ്ടമായല്ലോ എന്നുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയ സമയത്ത് നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തി നിങ്ങളെ മുന്നോട്ട് പോകാനായിട്ട്, എല്ലാ പ്രതിസന്ധിയും മറികടന്ന് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. അതായത് ജീവിതത്തിൽ തളർന്നിരിക്കേണ്ടവരല്ല നിങ്ങളെന്ന് പഠിപ്പിച്ചവർ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം, പഠിപ്പിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെ റിലീസ് ചെയ്യാം എന്നുള്ള വഴികളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം, അതിനുള്ള മാർഗങ്ങൾ. അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാരം കുറയ്ക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെ അതിനുള്ള മാർഗം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഹീലർ ആയിരിക്കാം. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പാസ്റ്റിൻ്റെ വേദനകളെല്ലാം ഹീൽ ചെയ്യിപ്പിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ വാക്കുകൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു മുന്നോട്ട് ഉള്ള ജീവിതത്തിൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ, അതായത് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് തന്നെ ഈ ഒരു പേഴ്സൻ്റെ വരവ് കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ പിന്നെയും ആകർഷിക്കപ്പെടുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെടാനായിട്ടുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഒരു സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം പാസ്റ്റിൽ നടന്ന എല്ലാ കാര്യങ്ങളും തന്നെ, അതായത് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ സഹായിച്ചത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അതിവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് പിന്നെയും ആകർഷിക്കപ്പെടുന്നത്?
ഈ ഒരു പേഴ്സൻ്റെ ചിന്തകൾ തന്നെയായിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ ഏത് സമയവും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് വേർപെട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ പിന്നെയും 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 ആകൃഷ്ടരാകുകയാണ് ചെയ്യുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ഒരാളെ പറ്റിയിട്ടുള്ള മെമ്മറീസ് എപ്പോഴും എപ്പോഴും നമ്മളുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആ ഒരു പേഴ്സണിലേക്ക് തന്നെ നമ്മൾ അട്രാക്റ്റഡ് ആവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഓർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സണിൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പിന്നെയും ആ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ലൈഫിൽ ഒരു പ്രതീക്ഷ നൽകി കൂടെ നിന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് കാണുന്നു. അതായത് നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ ഒരു പ്രതീക്ഷ നൽകി കൂടെ നിന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുള്ളതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓർത്തുള്ള വിഷമമായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു ഇഷ്ടമുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും അവരുടെ ആ ഒരു സ്നേഹം അവസാനിച്ച് പോകുന്ന ഒരു സ്നേഹമല്ലെന്ന് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കൊരു ഓഫറുമായി നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ നോക്കാം. അതായത് നിങ്ങളാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത നൽകിയതെന്ന് അല്ലെ പൂർണ്ണത നൽകുന്നതെന്ന് ആ ഒരു പേഴ്സൺ കരുതുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് സക്സസ്സിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു പേഴ്സണിൻ്റെ ആ ഒരു ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ അവരുടെ ലോകമായി കാണുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെയും ഫ്യൂച്ചറാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഫ്യൂച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ഫേസിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് ഒരു സക്സസ്സിലേക്ക് എത്തുന്ന ഒരു എനർജി. അതായത് ഇവിടെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഇത് മിക്കവാറും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവരയ്ക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. കാരണം ഞാൻ പറഞ്ഞു, ഈ ഒരു പേഴ്സണാണ് നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചത്. വ്യൂവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നാം നിങ്ങളുടെ ലൈഫിലെല്ലാം അവസാനിച്ചു പോയെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു പോയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകൂ. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇമോഷണൽ ബാഗേജസിനെ എല്ലാം റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾ ചുമക്കാൻ പറ്റാത്ത അത്രയും ഭാരങ്ങൾ ചുമന്നുകൊണ്ട്, അതായത് മനസ്സിൻ്റെ സ്ട്രെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു മനസ്സിലെ സ്ട്രെസ്സ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എവിടേക്ക് എത്തും എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുകയില്ല. അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെയധികം അനന്തമായ സാധ്യതകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് റെഡിയാകുക.
നിങ്ങളിങ്ങനെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തളർന്നിരിക്കേണ്ടവരല്ല. അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടമായല്ലോ, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് കാണുമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഈ ഒരു നഷ്ടബോധത്തിൽ മാത്രം ഇരിക്കേണ്ടവരല്ല. നിങ്ങൾ കണ്ണ് തുറന്ന് ചുറ്റുമുള്ള സന്തോഷങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റും ഒരുപാട് സന്തോഷങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ അതൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് നഷ്ടമായ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ തളർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ചുറ്റുമുള്ള സന്തോഷത്തെ കാണാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നമുക്ക് നോക്കാം. ഫെബ്രുവരി, ജാനുവരി, ഫോട്ടോഗ്രാഫി, അനിഴം, പാസ്റ്റ് ലൈഫ് കണക്ഷൻ, 1999, ഉണർദം, യു ക്യാൻ ട്രസ്റ്റ്, മുംബൈ, വയനാട്, 31 ഓഗസ്റ്റ് 2019, കോഴിക്കോട്, മൺഡേ, കന്നി, 34 2 weeks, യെസ് പോസിബിൾ, തേഴ്സ്ഡേ, ലെറ്റർ ഇ, മിഥുനം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ. യെസ്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, അബുദാബി, ഉത്രട്ടാതി നക്ഷത്രം, ഇമോഷണൽ, ടുഡേ, മൂവീസ്, മകരം, ലെറ്റർ എഫ്, 1987, അബ്രോഡ്, 1980, 26, പൂര നക്ഷത്രം, തൃശ്ശൂർ, മലപ്പുറം, 47, നമ്പർ 30, 22, 33, ലെറ്റർ യു, യെല്ലോ കളർ, ലോങ് നെയിൽ, ഫ്രൈഡേ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.